അറബ് മേഖലയിലെ ചലച്ചിത്ര പ്രേമികളുടെ ഉത്സവമായ പ്രഥമ ദോഹ ഫിലിം ഫെസ്റ്റിവലിന് നാളെ തിരശ്ശീല വീഴും. ഈ വർഷത്തെ ഫെസ്റ്റിവലിന് മികച്ച പ്രേക്ഷക പങ്കാളിത്തം ലഭിച്ചതായി സംഘാടകർ അറിയിച്ചു. 2026 ഫെസ്റ്റിവൽ കൂടുതൽ വിപുലമായ രീതിയിൽ നടത്തുമെന്നും ഫെസ്റ്റിവൽ ഡയറക്ടറും സിഇഒയുമായ ഫാത്തിമ ഹസൻ അൽ റുമൈഹി പറഞ്ഞു. നവംബർ 20 മുതൽ 28 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 97 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് എത്തിയത്. ഖൗത്തർ ബെൻ ഹാനിയയുടെ ദി വോയ്സ് ഓഫ് ഹിന്ദ് റജബ് എന്ന സിനിമയുടെ പ്രദർശനത്തോടെയാണ് മേള ആരംഭിച്ചത്. ഫലസ്തീൻ ബാലിക ഹിന്ദ് റജബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രത്തിന് ആദ്യ ദിനം മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. احنا جايين ناخدك احنا ഐറിൻ ഇബോറ റിസോം സംവിധാനം ചെയ്ത ഒലിവിയ ആൻഡ് ദി ഇൻവിസിബിൾ എർത്ത് കേക്ക്, സോഫി റോംവാരിയുടെ ബ്ലൂ ഹെറോൺ, ജിഹാൻ സംവിധാനം ചെയ്ത മൈ ഫാദർ ആൻഡ് ഗദ്ദാഫി, സ്റ്റീവൻ സോഡർബർഗിന്റെ ദി ക്രിസ്റ്റിഫേഴ്സ് തുടങ്ങിയ ചിത്രങ്ങൾ നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. പ്രതിരോധത്തിന്റെ ശബ്ദം, ആക്ടിവിസം, പത്രപ്രവർത്തനവും ഫലസ്തീനും എന്ന വിഷയത്തിൽ DFF ചർച്ചയും സൗണ്ട്സ് ഓഫ് സുഡാൻ സംഗീത പരിപാടിയും അരങ്ങേറി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതിഥികളും സിനിമാ പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങ് ഖത്തറിന്റെ സിനിമാ ചരിത്രത്തിന് പുതിയ തുടക്കം കുറിക്കുന്നതായിരുന്നു. വ്യാഴാഴ്ച നടന്ന വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങിൽ DFI ചെയർപേഴ്സൺ ഷെയ്ഖാൽ മയാസ ബിൻത് ഹമദ് ബിൻ ഖലീഫ അൽ താനി, പ്രശസ്ത അഭിനേതാക്കളായ ജമാൽ സുലൈമാൻ, ഗോൾഫിഷ് തെ ഫർഹാനി എന്നിവർക്ക് ക്രിയേറ്റീവ് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. ലോക സിനിമയ്ക്ക് വേദിയായ പ്രഥമ ദോഹ ഫിലിം ഫെസ്റ്റിവൽ വലിയ വിജയമായെന്ന് ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ഈ വർഷത്തെ ഫെസ്റ്റിവലിന് മികച്ച പ്രേക്ഷക പങ്കാളിത്തമാണ് ലഭിച്ചതെന്ന് ഫെസ്റ്റിവൽ ഡയറക്ടറും സിഇഒയുമായ ഫാത്തിമ ഹസൻ അൽ റുമൈഹി പറഞ്ഞു. തിയേറ്ററുകൾ നിറഞ്ഞു കവിഞ്ഞതും സിനിമാ പ്രേമികൾക്കിടയിൽ മികച്ച സംവാദങ്ങൾ നടന്നതും ഫെസ്റ്റിവലിന് ലഭിച്ച മികച്ച പങ്കാളിത്തത്തിന്റെ തെളിവാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അറബ് സിനിമകൾക്ക് പിന്തുണ നൽകുക, പുതിയ ചലച്ചിത്ര പ്രതിഭകളെ കണ്ടെത്തുക, സാംസ്കാരിക സംഭാഷണം ശക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. അതേസമയം യുവാക്കളെയും സ്കൂൾ കുട്ടികളെയും ലക്ഷ്യമാക്കിയുള്ള അജിയാൽ ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രവർത്തനങ്ങൾ ഈ വർഷം മുഴുവൻ തുടരും. അൻവർ പാലേരി, 24 ദോഹ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.